ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേന്യൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മെറൂൺ കളറിലോട്ട് ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. അതിനകത്തോട്ട് ഗോൾഡൻ കളർ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെന്ന്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ഭംഗിയാന്ന് അറിയാമോ, ആ ഒരു സ്ട്രെയിറ്റ് വി ഒക്കെ കൊടുത്ത് നിങ്ങൾ ആ വർക്ക് കണ്ടോ, ഗോൾഡൻ കളർ ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു യോക്ക് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ കണ്ടോ. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പ് കൊടുത്ത് നമുക്ക് നല്ല ഈ ഒരു യോക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒതുക്കം തോന്നും, നല്ലൊരു ഷേപ്പ് തോന്നും. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് വി എല്ലാവർക്കും ഒതുങ്ങി തോന്നുന്ന ഒരിതാണ്. ഒത്തിരി മലന്നൊന്നും പോവാതെ ആണ് നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഡിസൈൻ ഫാബ്രിക് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് നോക്കിയാൽ അറിയാം. ഇതുപോലെ ഒരു ബൂട്ടാസ് വരുന്നുണ്ട് കേട്ടോ, സെൽഫായിട്ട് ജോർജറ്റ് അല്ല. എന്നിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ ബൂട്ടാസ് ഇതിൻ്റെ തന്നെ ഒരു വീവിങ് പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫാബ്രിക്കിൽ തന്നെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ 49 ആണ് കേട്ടോ. അപ്പം ഇതുപോലെ പിന്നെ എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ നെക്കിൻ്റെ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഞാൻ അടുത്ത വേറൊരു പാറ്റേണും കൂടെ കാണിച്ചു തരാം. പീച്ച് കളറിലോട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഇടയിലെ കൊണ്ട് കണ്ടോ, നമ്മൾ ആ ഒരു ത്രെഡും കൊണ്ട് യൂസ് ചെയ്തേക്കുന്നുണ്ട്. ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡും കൂടെ അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പീച്ച് പ്ലസ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ്. ഇതാണ് അതിന്റെ ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക് ആണ്. നല്ല കനകാമ്പര കളർ എന്ന് പറയില്ല, ആ ഒരു കളർ, പീച്ച് കളർ, പട്ടത്തി കളർ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഈ ഒരു ഷെയ്ഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇതും സ്ട്രെയിറ്റ് വി വെച്ചിട്ടാണ് ബാക്ക് പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതും കൂടെ വേറെ ചെയ്ത് കാണിച്ചു. പീച്ച് കളറിലോട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തൊരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇത് മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അതിനകത്തോട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെറിയ ഒരു റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒരു യോക്ക് കൊടുത്ത് അതിനകത്തോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് വി ആണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. ഞാൻ ഒന്നും കൂടി ക്ലോസ് ആയിട്ടുള്ള കാണിച്ചു തരാം. സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് ഇതേപോലെ ഇതാ ഈ നെക്കിലോട്ട് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെയിൻബോ കട്ട് ബീഡ്സ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ, ഈ ഒരു ഡിസൈൻ. എന്നിട്ട് നമ്മൾ സ്ലീവിന്റെ എൻഡിലോട്ട് ചെറിയൊരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചെറിയൊരു ലേസ്, ഒരു സ്കാലപ്പ് ചെയ്ത ഒരു ലേസിന്റെ ലുക്കിലോട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 48 ലെങ്ത്, 48, 49 ലെങ്ത് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ ഒരു ഫ്രോക്ക് പോലെ വേറെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പൊ ചെയ്യണം. കാരണം ടോപ്പ്, ബോട്ടം, ഷോള് ഇതെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൽച്ചന്തേരിലോട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ബോട്ടം നമുക്ക് നോർമൽ ആയിട്ടുള്ള ക്രേപ്പ് കൊണ്ടോ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ടോപ്പ് ഓൺലി ആണ് ചെയ്തേക്കുന്നത്. മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ജോർജറ്റിലോട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. കസ്റ്റമൈസേഷൻ നമുക്ക് ടൈം എടുക്കും. അപ്പം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പോൾ നെക്കിൻ്റെ വർക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് പ്ലെയിൻ ഈ ഒരു കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അതായത് മൽച്ചന്തേരി. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ ജോർജറ്റ് ആണെങ്കിൽ നമുക്ക് നിങ്ങൾ പറയുന്ന ഡാർക്ക് ടോൺ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ, ഈ ഒരു കളർ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് കാമ്പര കളർ എന്ന് പറയില്ലേ, ആ കളറിലോട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എലൈൻ പാറ്റേൺ ആണ്. ഇതുപോലെ ചെറിയ ഒരു ഗ്യാദേഴ്സ് കം ഒരു പ്ലീറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഫുൾ സൈഡിലോട്ട് വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ മാത്രം വേണമെങ്കിൽ ചെയ്യാം, ഇൻവേർട്ടഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനൊരു സാമ്പിൾ ഇത് ചെയ്തു എന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെയാണ് അതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 15 to 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്